ഹലോ, വീട്ടിലെ കപ്പലണ്ടി ഉണ്ടെങ്കിൽ കുറച്ച് പീനട്ട് ബട്ടർ ഉണ്ടാക്കിയെടുത്താലോ പെട്ടെന്ന്. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് ബട്ടർ എങ്ങനെയാണ് പെട്ടെന്ന് റെഡിയാക്കുന്നത് നോക്കാം. ഒരു 100 ഗ്രാം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു ഫ്രൈങ് പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോരുത്. ഞാൻ വറുത്തപ്പോൾ ഒരു 2-3 2-3 കുറച്ചൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. അത് നമുക്ക് എടുത്ത് കളഞ്ഞാൽ മാത്രം മതി. ഇതൊരു പാത്രത്തിലോട്ട് തണുക്കാൻ വെക്കാം. അപ്പം നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് കളയണം. തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നനവ് ഒട്ടും ഇല്ലാത്തൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം തോലില്ലാത്ത കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിൽ അത്രയും എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളിത് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ചെറിയൊരു തരിതരിപ്പോട് കൂടിയാണ് പൊടിച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് 2 സ്പൂൺ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹണി ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ കരിപ്പെട്ടിയോ അങ്ങനെ എന്ത് വേണോ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചിലർ ഓയിൽ ചേർത്ത് കൊടുക്കും. ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം ഓയിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് സൂക്ഷിക്കുന്നത് ഇതുപോലൊരു ഗ്ലാസ് ജാറിലാണ്. നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് തണുപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആൻഡ് ഹെൽത്തിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ കുഞ്ഞിന് രാവിലെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഗോതമ്പ് ദോശ. അതിൻ്റെ കൂടെയാണ് കൊടുക്കുന്നത്. അവന് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതിയതായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും ഇത്രയേ ഉള്ളൂ. താങ്ക്